നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ അഥവാ MSF-നെതിരെ SFI നേതൃത്വം കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നിരുന്നു. മതം പറഞ്ഞ് വിദ്യാർത്ഥികളെ തമ്മിൽ അകറ്റുകയും കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ മതം ഉപയോഗിച്ച് വിജയം നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന ആരോപണമാണ് SFI നേതൃത്വം MSF-നെതിരെ ഉയർത്തുന്നത്. അതിനെതിരെ MSF നേതൃത്വം പ്രതികരിക്കുകയും അത് വലിയ ചർച്ചയാവുകയും ചെയ്തു. എന്നാൽ എന്താണ് ശരിക്കും ഇത്തരത്തിലുള്ള ആരോപണം ഉയരാൻ കാരണം? കഴിഞ്ഞ കുറച്ച് നാളുകളായി CPM-ൽ ഒരു ആലോചനയുണ്ട്. മുസ്ലിം തീവ്ര സംഘടനകളിൽ നിന്നുള്ള ചെറുപ്പക്കാർ പതിയെ CPM-ന്റെ യുവജന സംഘടനയിലേക്ക് നുഴഞ്ഞു കയറുന്നു. ആ നുഴഞ്ഞു കയറിയ ആളുകളെ അല്ലെങ്കിൽ നുഴഞ്ഞു കയറുന്ന ആളുകളെ കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തി അവരെ കൈയോടെ പുറത്താക്കണം. ഇതാണ് DYFIയും SFIയും ഒക്കെ എടുത്ത തീരുമാനം. അല്ലെങ്കിൽ CPM നേതൃത്വം അത്തരത്തിലുള്ള നിർദ്ദേശം ഈ രണ്ട് യുവജന സംഘടനകൾക്കും നൽകി. നേരത്തെ തീവ്ര മുസ്ലിം സംഘടനകളിൽ നിന്ന് DYFIയിലേക്കും SFIയിലേക്കും വേണ്ട നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് പല പാർട്ടി നേതാക്കളും മുന്നറിയിപ്പ് നൽകിയെങ്കിലും വലിയ തോതിലുള്ള ഒരു അന്വേഷണമൊന്നും അക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്തോറും CPM-ന് ഒരു ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം നുഴഞ്ഞുകയറ്റക്കാരെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള ഭയം CPM-നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത്തരം നുഴഞ്ഞുകയറ്റക്കാരെ ഒന്ന് തടഞ്ഞു നിർത്താനും അവരെ തിരിച്ചറിയാനുമുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ DYFIയോടും SFIയോടും CPM നേതൃത്വം ആവശ്യപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിം നാമധാരികളായി വരുന്ന ആളുകളെ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്നുള്ള സൂചന CPM നേതൃത്വം SFIക്കും DYFIക്കും നൽകിയെന്നാണ് അതിനുള്ളിൽ നിന്ന് രഹസ്യമായി നമുക്ക് അറിയാൻ കഴിയുന്നത്. അതാണ് MSF-നെതിരെ തിരിയാൻ SFIയെ പ്രേരിപ്പിച്ചത്. കാരണം SFI ഉദ്ദേശിച്ച പോലെയല്ല മലബാർ ഭാഗത്തെ കോളേജുകളിൽ, കലാലയങ്ങളിൽ ഒരു കാലത്ത് ധാരാളം മുസ്ലിം ചെറുപ്പക്കാർ, മുസ്ലിം വിദ്യാർത്ഥികൾ SFIയിലും മറ്റും ഉണ്ടായിരുന്നു. എന്നാൽ SFIയിൽ ഉണ്ടായിരിക്കുകയും MSF അവിടെ വിജയിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ സംജാതമായിരുന്നു. എന്ന് വെച്ചാൽ SFIയുടെ യൂണിറ്റ് കമ്മിറ്റികളിലും മറ്റ് പരിപാടികളിലുമെല്ലാം മുസ്ലിം ചെറുപ്പക്കാരുടെ, മുസ്ലിം വിദ്യാർത്ഥികളുടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ സാന്നിധ്യം ഉണ്ടാവും. പക്ഷേ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ MSF-ന് മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ടാവും. പലപ്പോഴും SFI താഴെ പോകും. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് SFIയിൽ നിൽക്കുന്ന പലരെയും MSF മതം പറഞ്ഞ് സ്വാധീനിച്ച് തങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യിപ്പിക്കുന്നു. കാരണം SFI ആയി നിൽക്കുന്നയാളെ പോലും മതം പറഞ്ഞ് തെറ്റിച്ച് SFIക്കെതിരെ വോട്ട് ചെയ്യിപ്പിക്കുകയാണ് MSF ചെയ്യുന്നതെന്നാണ് SFI നേതാക്കൾ ആരോപിക്കുന്നത്. അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെതിരെ MSF നേതാക്കൾ മറുപടിയെല്ലാം പറഞ്ഞെങ്കിലും ഇത്തരത്തിലൊരു അവസ്ഥാവിശേഷം നിലനിൽക്കുന്നതായി CPM-നും ബോധ്യപ്പെട്ടിട്ടുണ്ട്. DYFIയിലും അത് തന്നെയാണ് സ്ഥിതി. DYFIയിൽ കാണുന്ന മുസ്ലിം ചെറുപ്പക്കാരൊന്നും ഇലക്ഷൻ വരുമ്പോൾ, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ CPM-നോ വോട്ട് ചെയ്യുന്നില്ല. CPM-ൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാർ പോലും CPM-ന് വോട്ട് ചെയ്യുന്നില്ല എന്ന് ആ പാർട്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം CPM-ന്റെ ആന്തരിക ചർച്ചയിൽ, ആഭ്യന്തര ചർച്ചയിൽ ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. മുസ്ലിം പ്രാതിനിധ്യം പാർട്ടിയുണ്ടെങ്കിലും അതനുസരിച്ച് മുസ്ലിം പ്രദേശങ്ങളിൽ വോട്ട് കിട്ടുന്നില്ല. അവിടെ പാർട്ടിക്ക് ഗണ്യമായ തോതിൽ വോട്ട് കുറയുന്നു. DYFIയിലും SFIയിലൊക്കെ പ്രവർത്തിക്കുന്ന മുസ്ലിം നാമധാരികൾ അവിടെ സംഘടനയിൽ പ്രവർത്തിക്കുമെങ്കിലും പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നില്ല തെരഞ്ഞെടുപ്പുകളിൽ. അത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പായാലും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പായാലും, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പായാലും വോട്ട് ചെയ്യാൻ ഇവർ വിമുഖത കാണിക്കുന്നു. ഇത് മനസ്സിലാക്കിയതോടെയാണ് SFIയും DYFIയും ഒക്കെ ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പോയത്. വിദ്യാർത്ഥികളെ മതം പറഞ്ഞ് ഭിന്നിപ്പിക്കുകയാണ് MSF ചെയ്യുന്നതെന്ന പരസ്യ ആരോപണവുമായി SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് രംഗത്ത് വരികയും സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് അത് പലതവണ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. കാരണം തങ്ങളുടെ വിദ്യാർത്ഥികളെ, SFI നിൽക്കുന്ന വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ച് മുസ്ലിം നാമധാരികളായ വിദ്യാർത്ഥികളെ MSF നേതൃത്വം മതം ഉപയോഗിച്ച് അപ്രവർത്തിക്കുകയും MSF-ന് വേണ്ടി വോട്ട് ചെയ്യിക്കുകയും ചെയ്യുന്നു എന്നാണ് അവർ ആരോപിക്കുന്നത്. ഇത്തരത്തിലുള്ള അവസ്ഥാവിശേഷം ഏറെക്കുറെ എല്ലായിടത്തും നടക്കുന്നുണ്ടെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും, കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും എല്ലാം പാർട്ടിയിൽ മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടെങ്കിലും വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ അത് പ്രതിഫലിക്കാറില്ല അത്രയും. ഇതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ കോളേജ് ക്യാമ്പസുകളിലെ ഈ സംഭവത്തിലേക്ക് എത്തിച്ചതെന്നാണ് പറയുന്നത്. ഏതായാലും ഇത്തരം ആളുകളെ ഒന്ന് നോക്കി വയ്ക്കാനാണ് CPM-ന്റെ പരിപാടി എന്നറിയുന്നത്.
ഏതായാലും MSFനെതിരെ SFI ഉയർത്തിയ ആരോപണങ്ങൾ അത്ര ചെറുതല്ലാത്ത വിധത്തിൽ മറ്റ് സാമുദായിക വിഭാഗങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് CPM-ന് മനസ്സിലായിട്ടുണ്ട്. വരും ദിവസങ്ങളിലും SFI നേതൃത്വവും DYFI നേതൃത്വവും ഒക്കെ ഇതേ തരത്തിലുള്ള ആരോപണങ്ങളുമായി MSFനും യൂത്ത് ലീഗിനുമെതിരെ നീങ്ങുമെന്ന് ഏറെക്കുറെ പ്രതീക്ഷിക്കാം. കാരണം വരുന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ കാര്യമായി ലഭിക്കില്ല എന്ന് CPM-ന് തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പരമാവധി ഇത്തരക്കാരെ മാറ്റി നിർത്തുക, ഒഴിവാക്കുക എന്നുള്ളതാണ് CPM-ന്റെ തന്ത്രം. അത് യുവജന സംഘടന വഴി അവർ നടപ്പാക്കുന്നതേ ഉള്ളൂ.